Normalized vectors. Suppose x equal to x1, x2 be an eigenvector corresponding to a matrix A. Then the normalized eigenvector is x1 divided by root of x1 square plus x2 square, and second term x2 divided by root of x1 square plus x2 square. It is simple. Suppose x equal to 1, 2 be any eigenvector of a matrix. Suppose then normalized eigenvector is nothing but 1 by root of 1 square plus 2 square. 1 square plus the length which divided, and second term 2 by root of 1 square plus 2 square. So eigenvector and the normalized eigenvector is 1 by root 5, 2 by root 5. ഇനി അതൊരു 3 ഇവിടെ 1 2 രണ്ട് എലമെന്റ്സേ ഉള്ളൂ. 3 എലമെന്റ്സിന്റെ x ഈക്വൽ ടു 1 1 1 ആണെങ്കിൽ നോർമലൈസ്ഡ് വെക്ടർ എന്തായിരിക്കും? 1 by root of 1 square plus 1 square plus 1 square, that is root 3, that is 1 by root 3, 1 by root 3, 1 by root 3. ഇതായിരിക്കും എന്ത്? നോർമലൈസ്ഡ് eigenvectors. ഒരു eigenvector കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് എഴുതാം? നോർമലൈസ്ഡ് eigenvector എഴുതാം by dividing by its length. അതായത് മൊത്തം ടേം സ്ക്വയർ ഓഫ് ഈച്ച് ടേംസ്. ഓരോ ടേമിൻ്റെയും സ്ക്വയർ എടുത്ത് സം കാണും. സ്ക്വയർ എടുത്ത് സം ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ട് അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമലൈസ്ഡ് eigenvectors കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ, ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. A transformation y equal to ax is orthogonal if the matrix A is orthogonal. Simple definition ആണ്. x എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമുക്ക് അതിന് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. അത് y equal to ax, അതിൽ a ഓർത്തോഗണൽ ആവണം. അതിനൊരു എക്സാമ്പിൾ y1 y2 cos theta minus sin theta sin theta cos theta x1 x2. ഇവിടെ ഈ ട്രാൻസ്ഫോർമേഷൻ ഓർത്തോഗണൽ ആണെന്ന് പറയാൻ കാരണം ഈ മെട്രിക്സ് എ ഓർത്തോഗണൽ ആണ്. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഷുവർ ദാറ്റ് എ ഈസ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ മെട്രിക്സ് ഈ ട്രാൻസ്ഫോർമേഷൻ, അതായത് y1 y2 എന്ന് പറയുന്നത് y സം y എന്നെടുക്കും. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് എക്സ്. അപ്പോൾ y ഈക്വൽ ടു എ എക്സ്. സിൻസ് എ ഈസ് ഓർത്തോഗണൽ, ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഓൾസോ ഓർത്തോഗണൽ. ജസ്റ്റ് ഒന്ന് ഓർത്തോഗണൽ. നെക്സ്റ്റ്, diagonalization of a symmetric matrix. ശ്രദ്ധിക്കുക, diagonalization of a symmetric matrix by orthogonal transformation. നമ്മൾ diagonalization of any matrix പഠിച്ചു. അതെങ്ങനെയായിരുന്നു ചെയ്തേ? ഫസ്റ്റ് find eigenvalues, then eigenvectors, then form the matrix P ഫോം ചെയ്താൽ നെക്സ്റ്റ് P ഇൻവേഴ്സ് ആണ്. P എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അതിൻ്റെ കോളം വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈഗൻ വെക്ടേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഓരോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് ഈഗൻ വെക്ടർ, സെക്കൻഡ് കോളം, അങ്ങനെ ഓരോ ഈഗൻ വെക്ടറിന് ഓരോ കോളം എഴുതിയാൽ എന്തിട്ട് പി കിട്ടും. പിന്നെ പി ഇൻവേഴ്സ് യൂഷ്വലായി ചെയ്യുമ്പോൾ ഇങ്ങനെ കോഫാക്ടർ മെട്രിക്സ് കാണുന്നു, അഡ്ജോയിന്റ് ഓഫ് പി കാണുന്നു, എന്നിട്ട് അതിൻ്റെ എന്ത് കാണും? ഇൻവേഴ്സ് കാണും. എന്നിട്ട് ഡയഗണലൈസ്ഡ് ഫോം ഡി ഈസ് പി ഇൻവേഴ്സ് എ പി. അതായിരുന്നു നമ്മൾ ചെയ്ത്. ഇവിടെ പറയുന്ന ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ കേസാണ്. സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയി ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഈഗൻ വാല്യൂസ്, സെയിം സ്റ്റെപ്പ് തന്നെ. സെക്കൻഡ് ഫൈൻഡ് ദ ഈഗൻ വെക്ടേഴ്സ്, കറസ്പോണ്ടിങ് ഈഗൻ വെക്ടേഴ്സ്. ആൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് ദ ഈഗൻ വെക്ടേഴ്സ് നോർമലൈസ് ദ ഈഗൻ വെക്ടേഴ്സ്. നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ഈച്ച് ടേം ഓഫ് ദ ഈഗൻ വെക്ടേഴ്സ് ബൈ ഇറ്റ്സ് ലെങ്ത്. നേരത്തെ ചെയ്ത പോലെ x1 by root of x1 square plus x2 square അങ്ങനെ ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ചെയ്യുന്നത് ഫോം ഓർത്തോഗണൽ മെട്രിക്സ് എൻ. അതായത് എന്ന് പറയുന്നത് ഈ നോർമലൈസ്ഡ് ഈഗൻ വെക്ടേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ്. ഇപ്പോൾ നോർമലൈസ്ഡ് ഈഗൻ വെക്ടേഴ്സ് x1 x2 x3 ആണെങ്കിൽ അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു മെട്രിക്സ് ഫോം ചെയ്യും. അതാണ് എന്ന് പറയുന്നത്. നേരത്തെ ജസ്റ്റ് ഈഗൻ വെക്ടേഴ്സ് ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്യും? നോർമലൈസ്ഡ് ഈഗൻ വെക്ടേഴ്സ് യൂസ് ചെയ്ത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എൻ ഫോം ചെയ്യും. ഇനി ഇവിടെ നോർമലൈസ് ചെയ്ത ഈഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ്. അതിന്റെ മെട്രിക്സ് ഓർത്തോഗണൽ ആണ്. സോ
Finding its inverse is quite simple. Since n is orthogonal, its inverse, n inverse is n transpose. n orthogonal ആയതുകൊണ്ട് എന്താ കാര്യം? Orthogonal എന്ന് പറഞ്ഞാൽ എന്താ? A matrix A is orthogonal if A transpose equal to A inverse തന്നെ. നമ്മൾ ഈ പ്രൊസീജിയറിൽ n ഇൻവേഴ്സ് കാണണം. n ഓർത്തോഗണൽ ആയതുകൊണ്ട് എന്താ? ഒരു സ്റ്റെപ്പ് തന്നെ നമുക്ക് n ഇൻവേഴ്സ് ചെയ്താം. n ഇൻവേഴ്സ് എന്താ? n ട്രാൻസ്പോസ് ആണ്. n ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോസിനെ കോളംസുമായിട്ട് ഇന്റർചേഞ്ച് ചെയ്തത്. അതായത് ഒരു എന്നിന്റെ റോസിനെ കോളംസ് ആയിട്ട് മാറ്റി എഴുതി എന്ത് കിട്ടും? n ട്രാൻസ്പോസ് കിട്ടും. അത് തന്നെയാണ് എന്ത്? n ഇൻവേഴ്സും. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് ഓർത്തോഗണൽ മെട്രിക്സ് n കാണുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇൻവേഴ്സ് ഓഫ് ഓർത്തോഗണൽ മെട്രിക്സ് n ഇൻവേഴ്സ് ആണ്. അതിനുശേഷം ഫൈൻഡ് ഔട്ട് ദ ഡയഗണൽ ഫോം d ഈക്വൽ ടു n ഇൻവേഴ്സ് a n. നമ്മൾ p ഇൻവേഴ്സ് a p ചെയ്തു. ഇവിടെ n ആയിരുന്നു. n ഇൻവേഴ്സ് a n ആയിരിക്കും. n ഇൻവേഴ്സ് എന്താണ്? n ട്രാൻസ്പോസ് ആണ്. കാരണം n ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് n ട്രാൻസ്പോസ് a n. ഇത് വരുന്ന കേസ് സിമെട്രിക് മെട്രിക്സിന്റെ കേസിലാണ്. സിമെട്രിക് മെട്രിക്സിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയി ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായ ഒരു പ്രോബ്ലം അത് വെച്ചൊന്ന് പറയാം. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. എന്താണ്? 3 - 1 1, സെക്കൻഡ് റോ -1 3 -1 1 -1 3. ഇത് ഓൾറെഡി ചെയ്തതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. അവിടെ ഈഗൺ വെക്ടേഴ്സ് എന്തൊക്കെയാണ് കിട്ടുന്നത്? 2 to 5. കറസ്പോണ്ടിങ് ഈഗൺ വാല്യൂസ് ആണ് 2 to 5. ഈഗൺ വെക്ടേഴ്സ് അല്ല. ഈഗൺ വാല്യൂസ് 2 to 5. കറസ്പോണ്ടിങ് ഈഗൺ വെക്ടേഴ്സ് എന്ത് കിട്ടി? 1 1 0 -1 0 1 1 -1 1. ദിസ് ഈസ് ഈഗൺ വെക്ടർ. നമ്മൾ നേരത്തെ ഡയഗണലൈസ് ചെയ്യുമ്പോൾ ഇതിന് ജസ്റ്റ് ഇത് തന്നെയാണ് പി എന്ന് പറയുന്നത്. എന്തായിരുന്നു? 1 1 0 -1 0 1 1 -1 1. ഇങ്ങനെ തന്നെ എഴുതി. ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് ഈഗൺ വെക്ടേഴ്സിനല്ല, അതിനെ നോർമലൈസ് ചെയ്യുന്നു. നോർമലൈസ്ഡ് ഈഗൺ വെക്ടേഴ്സ് എന്ത് വരും? ഈഗൺ വെക്ടേഴ്സ് കിട്ടി. നെക്സ്റ്റ് നോർമലൈസ്ഡ് ഈഗൺ വെക്ടേഴ്സ്. ഫസ്റ്റ് ഈഗൺ വെക്ടർ എങ്ങനെ മാറും? 1/√2. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പോൾ √2 വരും. ദാറ്റ് ഈസ് 1/√2. സെക്കൻഡ് അതായത് ഓരോ ടേമിനെയും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ഈ കോളം മെട്രിക്സിന്റെ നോക്കൂ. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. അപ്പോൾ √2 വെച്ച് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. ഈ സെക്കൻഡ് ഈഗൺ വെക്ടറിനോ റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതും എന്താണ്? √2 വെച്ച് ചെയ്യാം. ഇനി തേർഡ് ആണെങ്കിലോ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് √3. ഫസ്റ്റ് മെട്രിക്സിന് ഫസ്റ്റ് ഈഗൺ വെക്ടറിനെ √2 വെച്ച് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ഈഗൺ വെക്ടറിനെ √2 വെച്ച് ഡിവൈഡ് ചെയ്യുക. തേർഡ് മെട്രിക്സിനെ √3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നോർമലൈസ്ഡ് ഈഗൺ വെക്ടേഴ്സ് കിട്ടും. അപ്പോൾ 1/√2 1/√2 0. സെക്കൻഡ് വൺ -1/√2 0 1/√2. and next one 1/√3 -1/√3 1/√3. This is normalized eigenvectors. Now the orthogonal matrix n is, ഇതിനെ ജസ്റ്റ് കോളംസ് ആയി എഴുതിയാൽ കിട്ടും. 1/√2 1/√2 0 -1/√2 0 1/√2 1/√3 -1/√3 1/√3. ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ഡയഗണലൈസ് എന്ന് പറഞ്ഞിട്ടേ വരും. ഇനി ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡയഗണലൈസേഷൻ്റെ മെട്രിക്സ് d ഈക്വൽ ടു n ഇൻവേഴ്സ് a n ആണ്. n ഓർത്തോഗണൽ ആയതുകൊണ്ട് എന്താ? ദിസ് ഈസ് ഈക്വൽ ടു n ട്രാൻസ്പോസ് ഇൻറ്റു a n. n ട്രാൻസ്പോസ് ഡയറക്റ്റ് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ റോസിനെ കോളംസ് ആയി എഴുതിയാൽ മതി. അപ്പോൾ ഈ മെട്രിക്സ് എന്ത് വരും? 1/√2 -1/√2 1/√3. നെക്സ്റ്റ് 1/√2 0
minus 1 by root 3. ഇതാണ് n transpose വരെ. n transpose equal to this one. 0, 1 by root 2, 1 by root 3. എന്നിട്ട് എന്ത് ചെയ്യാം? n transpose into ഏതാണോ അതിനെ ആ കിട്ടിയ മെട്രിക്സിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ a into n കാണോ ആ കിട്ടിയ മെട്രിക്സ് എന്ത് ചെയ്യുക? n ട്രാൻസ്പോസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ കിട്ടും. കിട്ടുന്ന മെട്രിക്സ് ഒരു ഡയഗണലൈസ്ഡ് മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും വിത്ത് eigen values as diagonals. ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് എന്തായിരിക്കും? eigen values ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. മെട്രിക്സ് സിമ്മട്രിക് ആണ്. സിമ്മട്രിക് ആണെന്ന് എങ്ങനെ നോക്കൂ? ഈ മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് അത് മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, 3 -1 1 -1 3 -1 1 -1 3 അങ്ങനെയാണല്ലോ വരുന്നത് മെട്രിക്സിന്റെ വാല്യൂസ്. അത് സിമ്മട്രിക് ആണെന്ന് ചെയ്യാം. അതിന്റെ ട്രാൻസ്പോസ് നോക്കൂ. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്താ വരുക? A ട്രാൻസ്പോസ് ഈക്വൽ ടു 3 -1 1 -1 3 -1 1 -1 3. നമുക്ക് രണ്ട് സെയിം അല്ലേ? എയും എ ട്രാൻസ്പോസും സെയിം ആണ്. എയും എ ട്രാൻസ്പോസും സെയിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്മട്രിക്. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതൊന്നുകൂടി സിമ്മട്രിക് ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്താ? ഡയഗണലൈസ് എ മെട്രിക്സ് എ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? n ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിന്റും കോഫാക്ടർ മെട്രിക്സ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ട്രാൻസ്പോസ് ചെയ്താൽ മതി. നോർമലൈസ്ഡ് ഫോമിൽ മെട്രിക്സിനെ നോർമലൈസ്ഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം എല്ലാത്തിനും ഈഗൻ വാല്യൂസും ഈഗൻ വെക്ടറും കാണുന്നത് വരെ സെയിം ആണ്. പിന്നെ എന്ത് ചെയ്യണം? സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നോർമലൈസ്ഡ് മെട്രിക്സ് ചെയ്തും n ട്രാൻസ്പോസ് ചെയ്യും. അല്ലാത്ത കേസിൽ ഇൻവേഴ്സ് കാണണം, p ഇൻവേഴ്സ് കാണണം.